നമസ്കാരം. എല്ലാവർക്കും ഷാബിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായിട്ട് ഒരു ആമുഖമായിട്ടൊന്ന് പറയട്ടെ. ഇപ്പോൾ മുനമ്പം വിഷയം കത്തി നിൽക്കുകയാണ്. അത് ജുഡീഷ്യൽ കമ്മീഷൻ, എൻക്വയറി കമ്മീഷനൊക്കെ വെച്ചു. വാസ്തവത്തിൽ ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഒരു സിവിൽ കോടതിയിൽ കേസ് തീരുമാനം എടുത്തിരിക്കെ പിന്നൊരു ജുഡീഷ്യൽ കമ്മിറ്റിയെ വഹിക്കാൻ ആർക്ക് അവകാശം കൊടുത്തു? അതിന് സർക്കാർ കൊടുത്ത മറുപടി, ഈ കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യലായിട്ട് യാതൊരു അവകാശവും ഇല്ല, യാതൊരു പവറും ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഓർഡറും ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളൊക്കെ എന്തുമാത്രം അർത്ഥശൂന്യമാണ്. അപ്പോൾ ഏതെല്ലാം ആ കമ്മീഷൻ തന്നെ സ്വയമേ പിരിഞ്ഞു വഹിക്കണം. ഇനി ഹൈക്കോടതിയിൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവർ ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നതല്ലത്. പക്ഷേ എന്തൊരു അർത്ഥശൂന്യമാണ്. വാസ്തവത്തിൽ അത് വരാൻ കാരണം വഖഫ് സംരക്ഷണ ബോർഡ് വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത ഒരു പെറ്റീഷൻ്റെ പരിണിത ഫലമാണ്. എന്തുമാകട്ടെ, തൽക്കാലം അങ്ങ് നിൽക്കുകയാണത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ യാതൊരു തത്വദീക്ഷയും ഇല്ല, യാതൊരു നിയമവശവും ഇല്ലാതെ. അതുപോലെ നമുക്ക് 2 മന്ത്രിമാർ കേരളത്തിൽ പോയിട്ടുണ്ട്, കുര്യനും ഗോപിയും. കുര്യൻ പറയുന്നു സംസ്ഥാനം പിന്നോക്കാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആനുകൂല്യം വാരിക്കോരി കിട്ടും. മറ്റാൾ പറഞ്ഞ്, പണ്ട് പുള്ളി നേരത്തെ പറഞ്ഞ്, എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം. ഇപ്പം പറയുന്നു ഈ പട്ടികവർഗ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഉന്നത കുല ജാതരായിരിക്കണം, ഏത് സവർണനായിരിക്കണം. അപ്പോൾ സുരേഷിൻ്റെയും കുര്യൻ്റെയൊക്കെ ചിന്ത മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയും പോലെ, ഈ സംഘ് പരിവാറിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് വെച്ച് PC ജോർജൊക്കെ പറയുന്നത് കേട്ടാൽ യാതൊരു തത്വദീക്ഷയും യാതൊരു ന്യായീകരണമില്ല. അതെങ്ങനെ ന്യായീകരണം ഉണ്ടാകുന്നു? ഞാൻ അതിന് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ കൂടിയാണ്. എങ്കിലും ലോകത്തുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ഗ്രൂപ്പിന് കിട്ടുന്ന അറിവ് പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളതാണ്. ചില നിരീശ്വര യുക്തിവാദികളോടൊക്കെ പറയാനുള്ളത്. അല്ല, ആദ്യമായിട്ട് ഇമാം അക്ബറിനോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഇസ്ലാം മതവും ക്രിസ്തു മതവും താരതമ്യം ചെയ്തിട്ട് ഇസ്ലാം മതമാണ് നല്ലതെന്ന് പറയാൻ നിങ്ങൾക്ക് ആരവകാശം തന്നു, അധികാരം തന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാം, അത് കുഴപ്പമില്ല. നിങ്ങളുടെ മതമാണ് നല്ലതെന്ന് പറയാം, അതിലൊന്നും കുഴപ്പമില്ല, ഭരണഘടന അനുവദിക്കരുത്. മറ്റൊരു മതമായി താരതമ്യം ചെയ്തിട്ട് ഞങ്ങളുടെ മതമാണ് നല്ലത് പറയാൻ അക്ബർ സാഹിബ് നിങ്ങൾക്ക് ഏത് ഗവൺമെൻറ്, ഏത് കോടതി അധികാരം തന്നു? ഞാനും പറയാൻ കാരണം അക്ബറിനെ കുറിച്ച് മാത്രമല്ല, ഇവർ നിരീശ്വരവാദിയുണ്ടല്ലോ, കോളേജത്തിൻ്റെ അയാൾ ഇന്ന് പറയാണ്, ഒരു സ്കൂളിൽ 2 പെൺകുട്ടികൾ, ഒന്ന് സബിത, ഒന്ന് സരിത. സരിതയുടെ അച്ഛൻ മരിച്ചാൽ സരിതയ്ക്ക് സ്വത്തിന് ആണിനും വേണ്ടി ഒരുപോലെ അവകാശമുണ്ട്, പകുതി കിട്ടും. മറ്റേ സബിത മരിച്ചാൽ പകുതി കിട്ടുള്ളൂ. 2-1, ആണിന് 2, പെണ്ണിന് 1. ഒരു പരിവരെ സപ്പോർട്ട് ശരിയാണത്. ഏടൂ ബാലിയൻ്റെ യുക്തിവാദി ഈ ഗുളിക കൊണ്ട് ഈ നാവി ഇടാൻ പറഞ്ഞ് വൈദ്യുതി കൊടുത്തിട്ട് അതുകൊണ്ട് നാവിക്കിട്ട് ചത്തു എന്ന് പറയും പോലെ നിങ്ങൾ എവിടെ കൊണ്ടാണ് മനസ്സിലാകുന്നത്? സ്ത്രീകൾക്ക് 1 പുരുഷ 2 അവകാശം വെച്ച അതേ നിയമനിർമ്മാണ സമയത്ത് മുൻപ് തന്നെ സ്ത്രീകൾക്ക് നിർബന്ധമായിട്ടും മഹർ കൊടുക്കണമെന്ന് പറഞ്ഞത് പുരുഷനോട് പറഞ്ഞത്. നിങ്ങളുടെ ഈ നശിച്ച സ്ത്രീധനല്ല, പുരുഷനോട് ഖുർആൻ കൽപ്പിച്ചു, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മഹർ നിർബന്ധമായിട്ട് കൊടുക്കണം.
അത് അന്നത്തെ മഹർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീധനം പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീധനം ഒരു പാർട്ടി കൊടുക്കുന്ന സാധാരണ രീതിയിൽ അവർ കപ്പാസിറ്റി പരമാവധി കൊടുക്കാല്ലേ, ഒരു പക്ഷേ അവകാശികൾ കൂടുതൽ കൊടുക്കുന്നത് സ്ത്രീധനം ഇവിടെ കൊടുക്കുന്നത്. അത് മറുവശമാണ് മഹർ. സ്ത്രീധനം നിർബന്ധമല്ല, അത് നിർബന്ധമല്ല മാത്രം തെറ്റാണെങ്കിൽ മഹർ നിർബന്ധമാണ്. അപ്പോൾ അവന് മഹർ അവന് കൂടി ഉള്ള സ്വത്തിൽ നിന്ന് എടുത്താണ് മഹർ കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് പകുതിയാവും. പിന്നെയും അവന് തുല്യമായിട്ട് കൊടുത്താൽ പിന്നെ പുരുഷൻ ജീവിക്കും. തന്നെയുമല്ല, പുരുഷന് 2 ഭാഗം ഉണ്ടെങ്കിൽ സ്ത്രീക്ക് 1 ഭാഗമാണ് സ്വത്തെങ്കിൽ മറ്റേ വീട്ടിലുള്ള സ്ത്രീ അവിടെയുള്ള സ്ത്രീക്ക് പുരുഷനും കിട്ടും ഒരു 2 ഭാഗം. ആ ആങ്ങളുടെ പെങ്ങൾക്ക് ആ പെങ്ങളുടെ ആൾക്കും കിട്ടും 2 ഭാഗം, ഇവിടുത്തെ ആ പെങ്ങളുടെ ആങ്ങൾക്കും 2 ഭാഗം. അപ്പോൾ ഏതാണ്ടൊരു തുലനാവസ്ഥ ഉണ്ട്. അത് മനസ്സിലാക്കാതെ ഈ കോമാളികൾ കരുതുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊന്നും മറുപടി ചെയ്യാൻ സമയമില്ല, എങ്കിലും ഇത്രയും നീചമായ പ്രവൃത്തി കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും. ഒരു മുസ്ലിം പുരോഗമനവാദി ഉണ്ടായിരുന്നു മലപ്പാടിൽ, മരിച്ചുപോയി ആരോ തല്ലിക്കൊന്നൊക്കെ പറഞ്ഞതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറയാം. ഈ ഇസ്ലാമിൽ ഒളു എടുക്കുക, ഈ നമസ്കാരം നിർബന്ധമാണ്. 5 പ്രാവശ്യം നമസ്കാരം നിർബന്ധം. അതിന് ഒളു എടുക്കണം. ഒന്ന് വെച്ചാൽ അംഗശുദ്ധി എന്നാണ്. അംഗങ്ങൾ ബാഹ്യമായിട്ടുള്ള അംഗങ്ങളൊക്കെ ഒന്ന് ശുദ്ധീകരിക്കുക. അല്ല, കുളി പറഞ്ഞാൽ എപ്പോഴും ബാഹ്യ പോലെ, അതാണ് കുളിക്കാൻ പറഞ്ഞില്ല, അംഗശുദ്ധി. അതെടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ലിമിറ്റ് വേണമല്ലോ. അത് ലിമിറ്റ് എന്താണ്? ഗ്യാസ്, നമ്മളെ വായു അല്ലെങ്കിൽ വളി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് പോയി കഴിഞ്ഞാൽ അത് മുറിയും, വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റി കയറും. പിന്നെ പുതുക്കി വെക്കണം. അങ്ങനെ പുതുക്കി എടുക്കുമ്പോൾ നമ്മൾ പഴയതുപോലെ വെള്ളത്തിൽ നിന്ന് കൈയും കാലും പോകണം. ഇത് അങ്ങനെയല്ല, അങ്ങനെ പോയി അവിടെയാണ് കടുകിട്ടെന്നാണ് ഈ മൊയിലിയാർ പറഞ്ഞത്. ഈ മൊയിലിയാർ പുരോഗമനവാദി പറഞ്ഞത്. അത് ചില കാര്യങ്ങൾ ഞാൻ അനുഭവിക്കാതെ ഈ കാര്യം. അങ്ങനെ ഒരു ജുമാ നമുക്ക് വെള്ളിയാഴ്ച ഒരാൾ അവിടെ അയാൾക്ക് അവിടെ പോയി കൊതൊക്കെ പറ്റുമോ? അത് തന്നെയല്ല. എങ്കിൽ പിന്നെ എന്ത്? എല്ലാ മുഖത്തിൻ്റെ എല്ലാ നേരം നമസ്കാരത്തും പിന്നെ നിർബന്ധമാക്കണം ഈ ഒന്നെടുക്കൽ. അതും ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന നിയമവശങ്ങൾ ശാസ്ത്രീയമായിട്ടും പിന്നീട് സാംസ്കാരികമായിട്ടും എല്ലാം അത് അക്ഷരസ്ഫുടയോടെ വ്യക്തമായി ശാസ്ത്രീയമായി തെളിയിക്കാം. അത് ആർക്കും സംശയമുള്ള വന്നാൽ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതുപോലെ ഒരു സമൂഹത്തെയോ ഒരു സമുദായത്തെയോ അടിച്ചാക്ഷേപിക്കുകയോ പിന്നീട് കുറ്റപ്പെടുത്തു പറഞ്ഞത് ശരിയല്ല. ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്ക് മറ്റു മതത്തെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ആരവകാശം തന്നിട്ടുണ്ട്? അത് ഞാൻ അക്ബറോട് ചോദിക്കുകയാണ്, ഈ രവിചന്ദ്രനോടൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളുടെ മതമാണ് നല്ലതെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മതത്തിലേക്ക് ആളെയും വേണമെങ്കിൽ വിളിച്ചോ, കാര്യം പറഞ്ഞു. പക്ഷെ മറ്റു മതം മോശമാണ് പറഞ്ഞു എൻ്റെ മതത്തിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ അവന് ഇത്രയും കാലം നമ്മൾ ക്ഷമിച്ചിട്ടോ ഇനി നമ്മൾ തല ക്ഷമിക്കില്ല, മുട്ടുകല്ലേ ഒടിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇനി അനാവശ്യമായിട്ട് ഏതൊരു മതത്തെ പരസ്യമായിട്ട് ആക്ഷേപിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയാൽ അവരാരായിരുന്നാലും അവരെ ജാതി മതം നോക്കാതെ അവന് മുട്ടുകാലി എല്ലാം ഒടിക്കും. പോലീസ് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഒരു മതത്തെ കുറ്റം പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ മതത്തെ പറഞ്ഞു. അതാണ്. പിന്നെ ഈ ഇടകലർന്ന് ജീവിക്കുക, ആണും പെണ്ണും തമ്മിൽ ഇടകലർന്ന് ജീവിതത്തെക്കുറിച്ച് ഒരു മുസ്ലിയാർ എന്തോ പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ലീഗിൻ്റെ ആളെന്തോ പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ ഭാഷയിൽ ചില വ്യത്യാസം വരാം. കാരണം അതായത് മുസ്ലിം ലീഗിൻ്റെ ആൾ പറഞ്ഞതല്ലോ, ഞങ്ങൾ തുല്യത അനുവദിക്കില്ല. തുല്യത അനുവദിക്കുന്നതും ഇടപെടുന്നതിൽ വ്യത്യാസമുണ്ട്. ലീഗ് നേതാവ് തുല്യത അനുവദിക്കുന്ന കുഴപ്പം ആണും പെണ്ണും തുല്യമായിട്ടൊക്കെ കണക്കാക്കാം, പക്ഷേ ഇടപഴകുന്ന തുല്യം വ്യത്യാസമുണ്ട്. ഇത് തുല്യത ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ചിന്തിക്കേണ്ട വിഷയമാവും. മറിച്ച് ഇടപഴകാലത്ത് ഞങ്ങൾ സമ്മതിക്കില്ല, അത് ലിമിറ്റ് വേണമെന്നാണ്. ആ ലിമിറ്റ് വേണമെന്ന് പറയാൻ കാരണം ഇപ്പം കണ്ടില്ലേ, നെടുമങ്ങാട് അടുത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രം അടുത്ത് പെങ്ങളെ പ്രാപിക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊന്ന സംഭവം. കൊല്ലത്ത് മറ്റോ 14 വയസ്സുള്ള അനിയൻ 16 വയസ്സുള്ള ചേച്ചിക്ക് ഗർഭം ധരിച്ച് കുട്ടികളുണ്ടാക്കിയേക്കാണ്. ഇതാണ് ഇടപെടാൻ കൊടുത്തത്. അപ്പോൾ ഇന്നാളെ ഒരാൾ പറഞ്ഞ അമ്മയെ തല്ലിക്കൊല്ലണ്ടേ, പ്രായപൂർത്തിയായ മകള് മാസം മെൻസാകുന്നതൊക്കെ ചെക്ക് ചെയ്യണ്ടേ, അന്തമായിട്ട് വിട്ടാണ്. തന്നെ ഒരു പെൺകുട്ടി 10 മാസം വരെ വയറിൽ ചുവന്ന് വരുമ്പോൾ എന്തെല്ലാം രാസപ്രക്രിയ മാറും, രാസപരമായ മാറ്റം ഉണ്ടാവും. ഇതൊന്നും അമ്മ ശ്രദ്ധിച്ചില്ലെന്നില്ല, അമ്മയെ തല്ലിക്കൊല്ലണ്ടേ. കുട്ടികൾ പറയാൻ പറ്റുമോ? കൊച്ചുകുട്ടികളാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പറയാനുള്ളത്, ഇതൊരു മനഃശാസ്ത്ര കൂട്ടാൻ വീണ്ടും പറയാനുള്ളത്, ഇനി
പണ്ട് കന്യാസ്ത്രീകൾക്കൊക്കെ അച്ഛന്മാർ എങ്ങനെ ഗർഭം ധരിക്കാതെ ഒഴിവാക്കാതെ ക്ലാസ് വെക്കുമെന്ന് പറയും പോലെ ഇനി സ്വന്തം മകൾക്കും എന്തൊരു ദുഃഖമാണ് പറയാൻ പറ്റില്ല. സ്വന്തം മകൾക്ക് ഇനി എങ്ങനെ ഗർഭം ധരിക്കാതിരിക്കുക എന്നുള്ള ക്ലാസ് എടുക്കേണ്ടി വരുന്ന അമ്മമാർ. നിങ്ങളെ ഇടകലക്കാൻ പുലർത്തില്ലേ? സ്ത്രീ പുരുഷ തുല്യത ഉണ്ടാക്കി ഇടപെടുകാൻ കൊടുത്തതിന് ഫലമായിട്ട് ഇപ്പോൾ സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് അമ്മ എന്ത് ചെയ്യണം, എങ്ങനെ മോളെ എങ്ങനെ ഗർഭം ധരിക്കാതിരിക്കാം എന്ന് പരിശീലനം ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നതിന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുന്നു. ലോകം ഇവിടെ എത്തി. കാരണം നമ്മൾ ഈ ചാനൽ എടുത്താൽ, ഇപ്പോഴത്തെ വാട്സപ്പ് മറ്റേതെല്ലാം എടുത്താൽ പറയുമ്പോൾ ലജ്ജയുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് സ്വപ്നത്തിൽ കാണാത്ത പോലെ സംഭവങ്ങൾ അവർ പറയണം, കണ്ടു രസിക്കാം. കാരണം അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് തോന്നുന്ന കുഴപ്പമാണ്, പക്ഷെ മറ്റുള്ള അമ്മയ്ക്ക് ഭ്രാന്ത് കണ്ടിരിക്കാന്ന് പറയുമ്പോലെ അവർ പറയുന്നത് മറ്റൊരു അമ്മയും മോനും തമ്മിലാണ്. ഞാൻ എൻ്റെ അമ്മയും തമ്മിലല്ല. പക്ഷെ അവർ കേട്ടിട്ട് രസമുണ്ട്, സ്വന്തം അമ്മയും മോനും ആകുമ്പോഴോ. ഇത് പറഞ്ഞ് ആങ്ങളിപ്പങ്ങളൊക്കെ ഉള്ള രീതിയിൽ ചിത്രസഹിതം ക്ലാസ് ഇത് കൊടുക്കുകയാണ്. ഇതാണ് ചാനലിൽ കമ്പിക്കഥ, അതിൻ്റെ പേരെന്ന് പറയുന്നത് കമ്പിക്കഥ. ഇത് കേട്ട ഒരു ആൺകുട്ടി പെൺകുട്ടി പിന്നെ വെറുതെ ഇരിക്കുമോ? അതുകൊണ്ട് ഈ പരിഷ്കൃത സമൂഹത്തോട് പറയാനുള്ളത്, ലജ്ജാകരമായി പറയാനുള്ളത്, നിങ്ങളുടെ ഈ അമിതമായ ആണും പെണ്ണ് ഇടപഴകാനുള്ള അനുവാദം കൊടുക്കുന്നു കലർന്നുകൊണ്ട് ഫലമായിട്ട് ഈ സീരിയലിൻ്റെ സിനിമയുടെ ഇപ്പോഴത്തെ ചാനലിൻ്റെ യൂട്യൂബിലൊക്കെ ഫലമായിട്ട് എല്ലാ രീതിയിലും മകൾക്ക് അമ്മ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. ആ ഗതികേടിൽ നമ്മുടെ സമൂഹം ലോകം എത്തി. എവിടെ എത്തി ലോകം? ആങ്ങളെ പെങ്ങളും എപ്പോഴും പൂട്ടിയിടാൻ പറ്റുമോ? അമ്മയും മോനും നമ്മൾ പൂട്ടിയിടാൻ പറ്റുമോ? അതൊക്കെ ഒരുമിച്ച് ഇടപഴകി ജീവിക്കേണ്ടല്ലേ? ആ ഇടപഴകുന്നതിൽ സംഭവിക്കുന്ന കഥകൾ കേൾക്കുമ്പോഴേ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര കണ്ട് നമ്മുടെ സമൂഹം അധംപതിച്ചു പോയിരിക്കുന്നതാണ്. ഇത് പാശ്ചാത്യ സംസ്കാരമാണ്. പാശ്ചാത്യ സംസ്കാരത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നല്ലോ, നമ്മുടെ കെൽട്ടോണിൻ്റെ ജർമ്മനിയിൽ നിന്നുള്ള അദ്ദേഹം 14 വയസ്സായിട്ടായപ്പോഴേക്കും മകളെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അതിന് മുമ്പായിട്ട് അന്ന് 18 വയസ്സ് നിർബന്ധമില്ലാതെ കല്യാണം കഴിച്ചു കൊടുത്ത്. ഞാൻ ചോദിച്ചപ്പോഴാണ് അവിടെ നിർത്താൻ പറ്റില്ല അവിടെ 14 വയസ്സ് പെട്ട് കുട്ടികൾ നിർത്താൻ പറ്റില്ല, സാഹിബ്മാർ കയറി കുത്തുക തന്നെ. ആ ഒരു അവസ്ഥയേക്കാൾ മോശമായിട്ടാണ് ഇന്ത്യയിൽ, കേരളത്തിൽ, നമ്മുടെ എറണാകുളത്ത് ഒരു നടക്കുന്നത്. അത്ര കണ്ട് സാംസ്കാരികമായിട്ട് മൂല്യച്യുതി നശിച്ച് നാറാണക്കൽ വെച്ച് അത്ര മോശമായി. ഇതൊക്കെ എങ്ങനെ പരസ്യമായിട്ട് പറയും? എനിക്ക് വീട് കുടുംബം ആങ്ങളെ പെങ്ങളും മക്കളൊക്കെ ഉള്ളല്ലേ. 14 വയസ്സും 16 വയസ്സും കുട്ടികൾ തമ്മിൽ കുഞ്ഞിനെ ഉണ്ടാക്കി കളിച്ചത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് അത് തമാശ കളിച്ചാണ്. അത് 10 മാസം ആയിട്ടും അമ്മ അറിഞ്ഞില്ല. ഈ സംസ്കാരമാണോ വേണ്ടത്? പിന്നെ പുരോഗമനവാദിക്കാരെ വേണ്ടത്? ഒരു മൊശിയാരി എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ മൊശിയാർ പുറത്ത് കയറാത്ത കുഴപ്പമില്ല. പാവം 10, 60, 70, 80, 90 വയസ്സ് പ്രായമുള്ള മൗലിമായി ചിലപ്പോൾ അവർക്ക് ജനറേഷൻ ഗ്യാപ്പുണ്ട്, ഞാൻ കുറ്റപ്പെടുന്നില്ല. അതുപോലെ ചിന്തിക്കാതെ അവർ പുറത്തേക്ക് കയറുന്ന ഈ പരിഷ്കൃത സമൂഹം എന്താ പറയുന്നത്? സ്ത്രീ പുരുഷന് സ്വാതന്ത്ര്യം കൊടുത്ത് ഇടപഴകിക്കോ. എന്താണ് മൗലിമാർ പറഞ്ഞത്? നിങ്ങൾ കളികളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ കളിക്കണേ പെൺകുട്ടികൾക്ക് വേറെയായിട്ട് കളി വെച്ചോ കൊണ്ടുപോണ്ടല്ലോ. സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് മാത്രം എത്രയോ കലാപരിപാടി കേരളത്തിലുണ്ട്, എല്ലാ സമുദായത്തിലുണ്ട്. അതുകൊണ്ട് നടത്തിക്കോ. ഈ ഒരുമിച്ചൊരു കളി വേണ്ടത് പറഞ്ഞാൽ അത് പറഞ്ഞതിൻ്റെ പേരിൽ ആ സമുദായത്തെ വക്താക്കളെയും ഈ പുരോഗമനവാദികളിൽ നിന്നാണ് യുക്തിവാദികളും നിരീക്ഷവാദികളും കൊങ്കിയും എല്ലാം അവരെ പുറത്തേക്ക് കയറുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഈ ഇടപെടൽ എന്തായിരുന്നു? 14, 16 വയസ്സുള്ള ആംഗ്ലയും മേളത്തൊക്കെ കളിച്ച് പിടിച്ച് കുഞ്ഞുണ്ടാക്കി. അത് പിന്നെ ഗതിയാണ്, കുഞ്ഞ് ജീവൻ നഷ്ടപ്പെടാൻ പറ്റില്ല, മറ്റാണെങ്കിൽ നശിപ്പിച്ചോളെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ആ അമിതമായ അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹം എന്ന് പറയുന്നത് അപരിഷ്കൃതമാണ്. അതാണ് പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലൊക്കെ പെൺകുട്ടി ജനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുഴിച്ചിട്ടെങ്കിൽ ഇന്ന് ജീവിക്കാൻ പോലും പെൺകുട്ടികൾ ഭ്രൂണഹത്യ നടത്തുകൊണ്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഏതാണ് പരിഷ്കൃത സമൂഹം? അന്നത്തെ ഡാർക്ക് ഏജ് ആണോ ഇന്നത്തെ മോഡേൺ ഏജ് ആണോ? പറയൂ പിന്നെ പരിഷ്കൃതവാദികളെ. നമ്മുടെ വീട്ടിൽ നിങ്ങൾ കൊടുത്ത സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വീട്ടിൽ താമസിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഘട്ടം നിങ്ങൾ ആക്കിയില്ലേ? സിനിമയിലും വേണ്ടില്ല, സീരിയലായാലും വേണ്ടില്ല, പിന്നെ ചാനല് യൂട്യൂബായാലും വേണ്ടില്ല. ഇപ്പം അങ്ങനെ വന്നോ? ഇത് എവിടെ എത്തി?
ഞാൻ ചെറു കാര്യം ഞങ്ങൾ എൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ പല പല മധ്യസ്ഥകളിലും എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. അള്ളാഹുവിൻ്റെ നിങ്ങളുടെ കനുക കൊണ്ട് അതെല്ലാം നിർത്തണം. ഞാൻ ഇടപെട്ട് ഒരു കേസ് വിജയിക്കാതിട്ടില്ല, ഒരു കേസ് തോറ്റില്ല. വലിയ വമ്പന്മാർ ഇടപെട്ട് വിജയിക്കാത്ത കേസൊക്കെ നമ്മൾ കേവലം 3 മിനിറ്റ് കൊണ്ട് തീർത്ത കേസുണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു കേസിൽ വന്നപ്പോഴെന്നറിയോ, സഹിക്കാൻ പറ്റുന്നില്ല. അതാണ്, വിവാഹം കഴിച്ച ഭർത്താവ് ഗൾഫിലാണ്. സാധാരണ ഭർത്താവ് വിവാഹം കഴിച്ച് ഗൾഫിൽ പോകുമ്പോൾ ആ ഭാര്യ എവിടെ താമസിക്കറിയോ, ആ ഭാര്യ സുരക്ഷമായിട്ട് വീട്ടിലാണ്. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആങ്ങളെയും പെങ്ങളും അച്ഛനോ ആങ്ങളമാരിൽ നിന്നും ശല്യം സഹിക്കായി. അപ്പോൾ ആ പെണ്ണ് ഭർത്താവിന് എഴുതി, ഇക്ക അല്ലെങ്കിൽ ചേട്ടാ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ, ഭർത്ത് വീട്ടിൽ നിൽക്ക് സുരക്ഷമില്ലാത്തതാണ് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് വന്നത്, ആ വീട്ടിൽ സുരക്ഷമല്ലെങ്കിൽ ആ കോലത്തിൽ നിങ്ങൾ സമൂഹത്തെ കൊണ്ട് എത്തിച്ചല്ലേ പരിഷ്കരണവാദികളെ. നിങ്ങൾക്ക് എന്ത് ലജ്ജയുണ്ടോ അതിൽ? ഈ ആണ് പെണ്ണ് ഇടപഴകാനും കുറത്തതിൻ്റെ ഫലമായിട്ട് ആ ഘട്ടത്തിൽ എത്തിച്ചില്ലേ ഇന്ത്യ മഹാരാജ്യം, ലോകം തന്നെ. അമേരിക്ക യൂറോപ്യൻ കൺട്രീസൊക്കെ അതൊന്നും വിഷയമല്ല, അതൊക്കെ പണ്ടും അങ്ങനെയാണ്, അവിടെ അങ്ങനെ വിഷയമില്ല. പക്ഷെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കുറച്ച് സംസ്കാരം ഉണ്ടല്ലോ, കുടുംബം നിലനിന്നിരുന്നല്ലോ, ആ കുടുംബ വ്യവസ്ഥയെ തകർത്ത് കളഞ്ഞില്ലേ. ഈ പരിഷ്കാരം വേണ്ട ബാലചന്ദ്രൻ കോലചന്ദ്രനൊക്കെ വരണത്. ഇനി ബാലചന്ദ്രൻ കോലചന്ദ്രനൊക്കെ ഉണ്ടല്ലോ മുട്ടുകല്ലി ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏത് മതത്തെയാലും വേണമല്ലോ, ഒരു മതം ഏത് മതത്തെയാലും അവൻ്റെ ഓരോ അക്ഷരങ്ങളെടുത്ത് വാക്കർത്ഥം നോക്കി വ്യാഖ്യാനിച്ച് കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ മതമാണ് ഇപ്പം നല്ലതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് അക്ബറായും കൊള്ള, ബാലചന്ദ്രനെയും കൊള്ള, ഏത് മോനായും കൊള്ള, നിങ്ങളുടെ മതമാണ് നല്ലതെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ച ഒരു കുഴപ്പമില്ല, ഞങ്ങളത് വേണ്ടില്ല. മറ്റൊരു മതത്തെ ഈഴ്ത്തിക്കൊണ്ട് അത് തെറ്റാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേറൊരു മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ആര് വന്നാലും ഇനി ഞങ്ങളെ സംബന്ധിച്ച് മുഖം നോക്കൂല, ഞങ്ങളുടെ ഗ്രൂപ്പ് സജ്ജമാണ്, മുട്ടുകാൽ തല്ലി ഓടിക്കും. ആക്ഷേപം ഒരു വെല്ലുവിളിയൊന്നുമല്ല, പോലീസ് എന്ത് ചെയ്താലും വേണ്ടില്ല. അങ്ങനെ വേണ്ട ഒരു കാര്യം ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ട് ആവശ്യമില്ലാത്ത തെറ്റ് പറഞ്ഞ് ഇസ്ലാമില്ലാത്ത കുഴപ്പമില്ല. ഇപ്പോൾ ചില ക്രിസംഖ്യകളും മുസംഖ്യകളും വിൽസംഖ്യകളും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി ചെയ്താൽ അതൊന്നും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ അതിന് ഈ നിരപരാധികളായ അല്ലെങ്കിൽ ചോദിക്കുക ചില സന്ദർഭങ്ങളിൽ ഒറ്റും പറ്റാതെ വരുന്ന ഈ പാവപ്പെട്ട പുറത്ത് കയറിയാലേ അത് ഉരുളക്ക് ഉപ്പേരി പോലെ ഞങ്ങൾ ചോദിക്കാൻ തയ്യാറാണെന്ന് ആദ്യമായിട്ട് അവസാനമായിട്ട് നിങ്ങൾക്കൊരു വാണിംഗ് തരാണ്. അത് ശാരീരികമായിട്ടും അല്ല മാനസികമായിട്ടുമല്ല ചെയ്യും. കാരണം എല്ലാവർക്കും ജീവിക്കാൻ അവസരമുണ്ട്, അവസരം വേണം, തുല്യ നീതി വേണം സമൂഹത്തിൽ. അല്ല, സുരേഷ് ഗോപി പറയുമ്പോഴേ സവർണൻ വേണം, പിന്നോക്കൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ എന്ത് പറഞ്ഞാൽ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളിപ്പോൾ സെറ്റില്ല. ഇവിടെ മുസ്ലിമോ ഹിന്ദു ഒന്നും അല്ല വിഷയം, മൊത്തം ഇന്ത്യൻ എന്നല്ലേ പറയണം. അതുപോലെ പിന്നോക്ക സംസ്ഥാനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആനുകൂല്യം കിട്ടും എന്ന് പറഞ്ഞാൽ എൻ്റെ ജോർജ് സാർ മാന്തി, നിങ്ങൾ നിശബ്ദ ജീവിയാണ്, വലിയ കുഴപ്പക്കാരൊന്നുമല്ല, സുരേഷ് ഗോപി പോലൊന്നുമല്ല, നിശബ്ദ ജീവിയാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ എന്താ മണ്ടത്തരം പറയുന്നത്? അങ്ങനെയൊക്കെ പറയാവോ? എന്താണ് അർത്ഥം? പറയുന്നതിൽ ഒരു രീതിയും നീതിയും വേണ്ടേ? എന്തും പറയാമെന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ചില മൗലവിമാർ പറയുന്ന സ്ത്രീക്ക് ആവശ്യമില്ലാതെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തിയാലും ഞങ്ങളിപ്പോഴൊരു കാത്തിരിക്കില്ല, കൈയും കെട്ടിയിരിക്കില്ല. സാമൂഹ്യ നീതിക്ക് പ്രവർത്തിക്കുന്ന നീതിയുടെ ശബ്ദമെന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടന ഞങ്ങൾ ഇടപെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് കാര്യങ്ങളാക്കി മനസ്സിലാക്കണം. ഗവൺമെൻറ്റും പിന്നെ കോടതി ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കുമ്പോൾ അതിൻ്റേതായൊരു പരിപാവനം വേണമെന്ന് പറയണം. ഞാൻ ഒരു കാര്യവും പറഞ്ഞ് നിർത്തിയേക്കാം, അത് പറ്റുന്നില്ല. നമ്മുടെ ഹൈക്കോടതി കളമശ്ശേരിക്ക് മാറ്റണം എന്ന് പറഞ്ഞ് പി രാജീവ് ഉൾപ്പെടെ നല്ല തെറ്റൊന്നുമില്ല. എന്നാൽ അതിന് അവർ പറഞ്ഞ ഡിമാൻഡ് ഒക്കെയോ അതുപോലെ സുപ്രീം കോടതി പോലെ 2 നില ബിൽഡിങ്ങേ പാടുള്ളൂ, മണിമാളിക പോലെ. പിന്നെ അവിടെ ക്വാർട്ടേഴ്സ് വേണം, ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം, എല്ലാം വേണം. 21 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ ഏതാണ്ട് 50 വർഷമായിട്ട് ഹൈക്കോടതിയോട് ചുറ്റിപ്പറ്റി നടക്കുന്ന ആളാണ്. പല കാര്യങ്ങൾക്കും അതിലൊക്കെ ഹൈക്കോടതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പല കാര്യങ്ങൾക്കും. 12,000 വക്കീൽമാരുണ്ട്, ഇപ്പോൾ 100-ൽ പരം ജഡ്ജിമാരുണ്ട്. ഇവരൊക്കെ നേരിട്ട് എല്ലാവരും അറിയില്ല, കുറേ പേരൊക്കെ അറിയുകയും ചെയ്യാം, പേഴ്സായിട്ടും അറിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉള്ള ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ 8 ഏക്കർ സ്ഥലമാണ്. എന്ന് ചിന്തിച്ച് നോക്കും. ഇതും കണക്ക് നമ്മൾ പറയുന്നത് ഇന്നലെ പറഞ്ഞാൽ 8 ഏക്കർ സ്ഥലം 8 നില ബിൽഡിങ്ങാണ്. അപ്പോൾ എത്ര 8 64 ഭാഗമുണ്ട്.
നിങ്ങൾ പറയുന്ന സ്ഥലം 21 ഏക്കർ, പിന്നെ 10 ഏക്കർ വരെ എടുക്കാനും പറ്റും. 2 കലേ പാടുള്ളൂ എങ്കിൽ 25 ഇൻറ്റു 2 50 അപ്പോൾ ഇവിടെ 1:84, എന്നിട്ട് 64, 64, 1:64 ഉണ്ടായിട്ട് തികയുന്നില്ല. അവിടെ 1:50 വരുന്നത്. അപ്പോൾ അവിടെ ഇത്രയും ലാഭിഷേകം ചെയ്യാൻ പറ്റും. ഇതാണ് പറയുന്നത്, നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ നേതാക്കൾക്കും യാതൊരു തത്വദീക്ഷയോ ദീർഘവീക്ഷയോ ഇല്ല എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ കോർപ്പറേഷൻ ബിൽഡിംഗ് പണിയാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ. ഇത് 40 വർഷം മുമ്പ് പ്ലാനാണ്. അനുവാദം വന്നിട്ട് 40 വർഷമായി, എന്നിട്ട് പണി തുടങ്ങിയപ്പോൾ 40 വർഷം കഴിഞ്ഞ് ആ പ്ലാൻ തന്നെ പെട്ടാണ്. വല്ല സൗകര്യമുണ്ട് അവിടെ? 40 വർഷം കൊണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ എറണാകുളം ജില്ലയ്ക്ക് എത്ര കണ്ട് മാറ്റം വന്നു പോയി. സ്വാഭാവികമായിട്ടും രാജ്യം അല്ലെങ്കിൽ നാട് വളരുന്നുണ്ട്. നമ്മൾ ഒന്നും ഇതിലും അത് നാച്ചുറലായിട്ട് ഡെവലപ്മെൻറ്റാണ്, അത് ഉണ്ടാകും. ഗവൺമെൻറ് ആര് സഹായിച്ചാലും ഓട്ടോമാറ്റിക്കലി വളരും. ആ വളർച്ച അതിന് കണ്ടീഷനിലാണ്. നമ്മൾ കണ്ടീഷനാകുമ്പോൾ അതിനാണ് പറയുന്നത് എന്താണ്, പ്ലാനിങ് സിറ്റി എന്നുണ്ട്. ഇപ്പോൾ പനമ്പള്ളി നഗരം ഏതാണ്ട് ഒരു പ്ലാനിങ് നഗരം എന്ന് പറയാം, ഏത് പരിധി വരെ. ബാക്കി ഒന്നും പ്ലാനിങ് അല്ല. അതെന്താ, അവിടെയൊക്കെ വണ്ടി വന്നാലും തിരക്കില്ല, റോഡ് സൗകര്യം വീതിയൊക്കെ ഉണ്ട്. അതുപോലെ പ്ലാനിങ് സിറ്റിയാണ്. അതില്ലാതെ പ്ലാനിങ് ഇല്ലെങ്കിൽ പോലും വളരും. ആ നിലക്ക് 40 വർഷം മുമ്പ് ഐഡിയോളജി വെച്ച് അല്ലെങ്കിൽ ആ ഒരു മോഡൽ വെച്ചിട്ട് ഇപ്പോൾ കെട്ടിപ്പണത് പണി പൂർത്തിയാക്കുകയില്ല. അത് ഈ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല, അവർക്ക് വരാൻ പോലെ എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് അവസ്ഥ ഇതാണ്. അതുപോലെ ഹൈക്കോടതി പറഞ്ഞ് മാറിയാലും ഈ 25 ഏക്കർ മാറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കളെ, ഉദ്യോഗസ്ഥന്മാർ, കോടതിയെ എല്ലാം നിങ്ങൾ ഒന്നുകൂടി വിശാലമായി ദീർഘമായി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പക്കൽ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.